കനത്ത മഴയിൽ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിവിട്ടിരിക്കുകയാണ് വ്യവസായശാലകൾ. പുലർച്ചെ 2 മണിയോടെയാണ് മാലിന്യം ഒഴുക്കിയത്. കറുത്ത നിറത്തിൽ എണ്ണമയമുള്ള മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കി. മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലാണ് പരിശോധന. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നു. അലി അക്ബർ ഷാ, നമ്മൾ തുടർച്ചയായി പെരിയാറിനെ രക്ഷിക്കാൻ എന്തുണ്ട് മാർഗം എന്നത് അന്വേഷിച്ച് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെരിയാറിലെ വിഷമാലിന്യം റിപ്പോർട്ടറിന്റെ വാർത്തയെ തുടർന്ന് നിയമസഭയിൽ കൂടി പ്രതിപക്ഷം ഉന്നയിച്ച സാഹചര്യമാണ്. ഇപ്പോഴെന്താണ് ഈ കമ്പനി വീണ്ടും ഈ കാര്യം കാണിച്ചിരിക്കുന്നത്? എന്താണ് സംഭവം? അരുൺകുമാർ, നമ്മൾ പറഞ്ഞതുപോലെ പെരിയാറിലേക്ക് വ്യവസായശാലകൾ രാസമാലിന്യം ഒഴുക്കുന്ന വിഷയം വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുന്ന സമയമാണ്. സഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉയർന്നു വരുന്നൊരു സമയം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇന്നലെ മുതൽ കനത്ത മഴ തുടരുകയാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ. ഈ മഴ തുടരുന്നതിനിടയിലാണ് വ്യവസായശാലകൾ വീണ്ടും പൈപ്പുകളിലൂടെ പെരിയാറിലേക്ക് രാസമാലിന്യം ഒഴുക്കിയിരിക്കുന്നത്. CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധന നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഓടയിലൂടെയാണ് ഈ പൈപ്പിട്ട് മാലിന്യം ഈ പെരിയാറിലേക്ക് ഒഴുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ പുലർച്ചെ ഇത്തരത്തിൽ കറുത്ത എണ്ണമയമുള്ള മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കി എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകർ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്? ഇത് ഇന്ന് വെളുപ്പിന് ഒരു 2:40 പുഴയിലേക്ക് വളരെ ഭീകരമായ രീതിയിൽ കറുത്ത വെള്ളം ഒഴുകണ കണ്ടിട്ടാണ് നമ്മളതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് വന്നത്. അപ്പോൾ താഴത്ത് വന്ന് നോക്കി, അവിടെ കണ്ടു. പിന്നെ ഇങ്ങോട്ട് വന്നൊരു സ്ലാബ് മാറ്റി നോക്കി. അപ്പോൾ ഈ വഴി നല്ല ഫ്ലഷ് ചെയ്ത് പോകണമായിരുന്നു സാധനം. ഏത് കമ്പനിയിൽ നിന്നാണെന്ന് ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് CG ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പുറത്ത് വശത്തുള്ളൊരു കമ്പനിയാണത്. അത് ഈ കരിയോയിലൊക്കെ കൊണ്ടുവന്ന് കെമിക്കൽ ചേർത്ത് അവർ റീസൈക്കിൾ ചെയ്യുന്നൊരു കമ്പനിയാണത്. ആ കമ്പനിയുടെ പൈപ്പാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഈ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിനകത്ത് കൂടി ഈ DICയുടെ റോഡാണിത്. ഈ DICയുടെ റോഡിന് DIC സപ്പോർട്ട് റോഡ് ഇട്ടേക്കുന്ന ഒരു പൈപ്പാണിത്. ഇത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള കാണാണിത്. മഴക്കാലം അല്ലാത്ത സമയത്ത് പോലും ഇതിൽ കൂടി വെള്ളം ഒഴുകാറുണ്ട്. അത് നമ്മൾ PCBയുടെ അടുത്തും DICയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവരതൊന്നും പരിഗണിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഈ സോഴ്സ്. ഇനിയും പല കമ്പനികളും ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രതിഷേധം എങ്ങനെയാണ്? പ്രതിഷേധത്തിൽ പരാതി കൊടുത്തിട്ട് പോലീസിൽ പരാതിയുണ്ട്. കാരണം നമ്മളെ ജലസ്രോതസ് മലിനപ്പെടുത്തിയിരിക്കണമല്ലോ. പിന്നെ PCB സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്തേക്കണമെന്ന് പറയണത്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നമ്മളിത് പരാതിയായിട്ട് അറിയിക്കും. PCBയിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? PCBയുടെ ഒരു നിരുത്തരവാദിത്വം കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ PCBനെ വിളിച്ച് വരുന്നത് പല കമ്പനികളും ഒന്ന് സർവൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ ഫോണിൽ കിട്ടാണ്ട് നമ്മൾ രാത്രി അവരുടെ ഓഫീസിൽ ചെന്നിട്ടാണ് അവരെ വിളിച്ചുകൊണ്ട് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവന്ന് പല കമ്പനികളിലും കയറ്റി. അതിന് ശേഷമാണ് നമ്മളിവിടെ ഒരു തോടുണ്ട്, ആ തോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇത് കണ്ടതിന് ശേഷം അവരിവിടെ വിളിച്ചു വരുത്തിയിട്ട് ഈ സാമ്പിളൊക്കെ ഇടിപ്പിക്കുന്നത്. അരുൺകുമാർ, ഏറെ ഗുരുതരമായ വിഷയമാണ്. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം ഇത്രയും വലിയ രീതിയിൽ ചർച്ചയായി നിൽക്കുന്ന ഒരു സമയത്ത് വീണ്ടും ഇത്തരത്തിൽ നിയമലംഘനം ആവർത്തിക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ വിഷയമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ പരിസ്ഥിതി പ്രവർത്തകർക്കുണ്ട്. കാരണം നിരന്തരമായി പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഒരു പേടിയും കൂടാതെ ഇത്തരത്തിൽ വീണ്ടും ഈ വ്യവസായശാലകൾ ഈ നടപടി ആവർത്തിക്കുന്നത്. കനത്ത മഴയുടെ മറവിൽ ഇത്തരത്തിൽ വീണ്ടും ഈ പെരിയാറിലേക്ക് പൈപ്പുകളിലൂടെ രാസമാലിന്യം ഒഴുക്കിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. CG ലൂബ്രിക്കൻസ് എന്നൊരു കമ്പനിയാണ് ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ജലസ്രോതസ്സാണ്. ആ ജലസ്രോതസ്സിനെ മലിനപ്പെടുത്തുന്ന വിഷമാലിന്യം തള്ളുന്ന കമ്പനികളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് റിപ്പോർട്ടർ വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് നിയമസഭയിൽ ഉന്നയിച്ചു. രാത്രിയിൽ മഴയുടെ മറവിൽ CG ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന സ്ഥാപനം കറുത്ത ഈ കരിയോയിൽ അടക്കമുള്ള വിഷമാലിന്യങ്ങൾ ഈ അലി അക്ബർ ഷാ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പുഴയിലേക്ക് ഒഴുക്കുകയാണ്. പെരിയാറിനെ മലിനപ്പെടുത്തുന്ന, നമ്മുടെ ജലസ്രോതസ്സിനെ മലിനപ്പെടുത്തുന്ന ഒരു മനുഷ്യനെയും നമുക്ക് വെറുതെ വിടാൻ കഴിയില്ല. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉടൻ തന്നെ നടപടിയെടുക്കണം. പോലീസിൻ്റെയും ആക്ഷൻ ഉണ്ടാവണം.